മഹാത്മാഗാന്ധിയുടെ അപൂർവമായ ചിത്രങ്ങളുടെ പ്രദർശനവുമായി ശ്രദ്ധേയനായി സുധീഷ് എഴുവത്ത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് പകരാനാണ് എക്സിബിഷനിലൂടെ ലക്ഷ്യമിടുന്നത്. ആയിരത്തി 1946 മുതൽ 48 വെടിയേറ്റു വീഴുന്നതുവരെയുള്ള മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഭൂരിഭാഗവും. മഹാത്മാഗാന്ധിയുടെ യാത്രയെ പുനരാവിഷ്കരിച്ചതാണ് ചിത്ര പ്രദർശനം ശ്രദ്ധ നേടിയത്. കൊച്ചി ദർബാർ ഹാളിൽ നടക്കുന്ന പ്രദർശനം 18-ന് സമാപിക്കും. 2024-ൽ സുധീഷ് എഴുവത്തും സുഹൃത്തുക്കളും ചേർന്നാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതയാത്ര ചിത്രങ്ങളിലൂടെ പുനരാവിഷ്കരിച്ചത്. രാഷ്ട്രപിതാവിന്റെ ആശയങ്ങൾ പുതുതലമുറയിൽ എത്തിക്കുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സുധീഷ് എഴുവത്ത്. ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും എന്നാലോചിക്കുമ്പോൾ നമ്മൾ വീണ്ടും എത്തുന്നത് ഗാന്ധിയിലാണ്, പ്രത്യേകിച്ചിട്ട് ഈ കാലഘട്ടത്തിലെ ഗാന്ധിജി. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ഈ ഗാന്ധിജിയുടെ ഈ തത്വങ്ങളിലൂടെയാണ് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിനെ തരണം ചെയ്തത് എന്ന് ഓർക്കണം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ വിദ്വേഷത്തിനെയും ഈ വർഗീയ വിദ്വേഷത്തിനെയും അപരനിർമ്മാണത്തിനെയും ഒക്കെ തടയിടാൻ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ പ്രദർശനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായക ഏടുകളും എക്സിബിഷൻ പരിചയപ്പെടുത്തുന്നു. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഓരോ ദിവസവും പ്രദർശനം കാണാൻ എത്തുന്നത്. ആശയങ്ങളിലും അവതരണത്തിലുമുള്ള വ്യത്യസ്തത പ്രദർശനത്തെ മനോഹരമാക്കുന്നു. ആക്ച്വലി ഞാൻ ഹെയ്റ്റ് ചെയ്തൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ബട്ട് ഇവിടെ വന്നപ്പോൾ ദ വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് ഗുഡ്. ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറിൻ്റെ ക്ലിക്സ് നന്നായിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല, ഫ്രീഡം ഫൈറ്റിൻ്റെ ടൈമിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. ബട്ട് ഹി ഹാസ് പ്രസന്റഡ് ദാറ്റ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. മഹാത്മാഗാന്ധി സന്ദർശിച്ച ബംഗാൾദേശിലെ നവഗല്ലിയിലും ബംഗാളിലും ബീഹാറിലും ഡൽഹിയിലുമെല്ലാം സഞ്ചരിച്ചാണ് പ്രദർശനത്തിലുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് മലയാളം, കൊച്ചി.